നിങ്ങൾ ഒരുപാട് തവണ ഫാറ്റ് ലോസിന് ശ്രമിച്ചിട്ടും ഫെയിൽ ആയ ഒരാളാണോ? സ്റ്റഡീസ് പറയുന്നത് മോർ ദാൻ 90% ഫെയിലിയർ റേസ് ഇൻ എ ഫാറ്റ് ലോസ് ജേർണി. ഇതിന്റെ പിന്നിലുള്ള പ്രധാന റീസൺ നിങ്ങൾ വെയിറ്റ് ലോസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രസ് മെഷർ ചെയ്യുന്നതുകൊണ്ടാണ്. നോർമൽ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് 0.5 to 1 kg പെർ വീക്ക് ആണ്. ഇത് വെയിറ്റ് ഒരിക്കലും ലീനിയർ ആയിട്ട് കുറയുന്നില്ല. വെയിറ്റ് ഡെയിലി ഫ്ലക്ച്വേറ്റ് ചെയ്യും, നമ്മുടെ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും പോലെ തന്നെ. വെയിറ്റ് ഫ്ലക്ച്വേഷന്റെ പ്രധാന കാരണം ഒന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ്, രണ്ട് ഭക്ഷണം കഴിക്കുന്ന എമൗണ്ടിലാണ്, നിങ്ങളുടെ പുവർ ഡൈജഷൻ, സ്ട്രെസ്, സ്ലീപ്പ്, ഇതിൻ്റെയൊക്കെ പുറമെ നിങ്ങൾക്ക് വല്ല മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങളുടെ മെഡിക്കേഷൻസുകളും ഇതൊക്കെ വെയിറ്റ് ഫ്ലക്ച്വേഷന് കാരണമാകുന്നു. ഫീമെയിൽസ് ആണെങ്കിൽ മെൻസ്ട്രുവേഷന്റെ ടൈമിലുള്ള ബ്ലോട്ടിംഗ് ഒക്കെ കാരണവും വെയിറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്നു. വെയിറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്ന്, രാവിലെ എഴുന്നേറ്റ് എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ വെയിറ്റ് നോക്കുക. രണ്ട്, നിങ്ങൾ ഡെയിലി വെയിറ്റ് നോക്കിയതിനു ശേഷം അതിന്റെ ഒരു വീക്ക്ലി ആവറേജ് എടുത്ത് നോക്കുക. മൂന്നാമത്, നിങ്ങൾക്ക് മാസത്തിൽ കിട്ടുന്ന ഈ ഒരു 4 ആവറേജ് ഡൗൺവേർഡ് ട്രെൻഡിലാണെങ്കിൽ നിങ്ങൾ പോകുന്നത് ഒരു ശരിയായ രീതിയിലാണ്. വെയിറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പാരാമീറ്റർ മാത്രമാണ്. ഇതിൻ്റെയൊക്കെ പുറമെ നിങ്ങളുടെ മെഷർമെന്റ്സ്, നിങ്ങളുടെ ഫോട്ടോസ്, നിങ്ങളുടെ സ്ട്രെങ്ത്, സ്റ്റാമിന, ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു, ഇതൊക്കെയാണ് നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഫാറ്റ് ലോസ് ജേർണി കൊണ്ടുപോകാനുള്ള ഒരു മോട്ടിവേഷൻ തരുന്നത്. സോ ഇന്ന് മുതൽ വെയിറ്റ് മാത്രം നോക്കാതെ ഈ പഠിച്ച പ്രോഗ്രസ്സുകൾ നോക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ജേർണി ഒരു സക്സസ്ഫുൾ ആക്കി നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.